ഹലോ കിരൺസ് ഫാമിലി വേണ്ട പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ട് ചെറിയ സുഖമില്ലായ്മയൊക്കെ കാരണമാണ് വീഡിയോസ് ഒന്നും എടുക്കാതിരുന്നത്. കാരണം ഇപ്പോൾ ഭയങ്കര മഞ്ഞിൻ്റെ സമയം, ഭയങ്കര തണുപ്പ് ഇവിടെ. അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയാലും ഇപ്പോൾ രാമക്ഷേത്രം ഉദ്ഘാടനം ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റേതായ കുറേ പൂജകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് വളരെ പ്രധാനപ്പെട്ടതും വളരെ ഉപകാരപ്രദമായൊരു വീഡിയോയാണ് ഞാൻ എടുക്കുന്നത്. കാരണം വേറൊന്നുമല്ല, കൂടുതൽ ആളുകൾക്കും കാണപ്പെടുന്നൊരു അസുഖമാണ് കാൽമുട്ട് വേദന, അതുപോലെ തന്നെ തേയ്മാനം, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ, കാലുവേദന, നടക്കാനായിട്ട് പ്രയാസം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നേരിടുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കാണെങ്കിൽ കൂടി ചില ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ പലർക്കും പല കാലുവേദനകളും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. കൂടുതലായിട്ടും ഇപ്പോൾ പഞ്ചകർമ്മയിൽ ഞങ്ങൾ ചികിത്സ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാൽമുട്ടിലും സന്ധിയിലൊക്കെ വരുന്ന വേദനകൾക്കാണ് നമ്മൾ കൂടുതലായിട്ട് ഈ ചികിത്സാ രീതി ചെയ്യുന്നത്. ജാനുവസ്തിയാണ് നമ്മൾ ചെയ്യുന്നത്. ജാനുവസ്തി ചെയ്യും, ജാനു പിജു ചെയ്യും, അതുപോലെ തന്നെ അല്പം അഭ്യംഗം കാര്യങ്ങളൊക്കെ ചെയ്യും. അതായത് ഇപ്പോൾ ആ ഭാഗത്ത് മാത്രം, മുട്ടിന് മാത്രമായിട്ട് നമ്മൾ തൈലം ഉപയോഗിച്ച് തിരുമുകയും അതിനുശേഷം അതിൽ പല രീതിയിൽ പല തരം ചികിത്സാ രീതികളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ഞങ്ങൾ പഞ്ചകർമ്മയിൽ ജാനുവസ്തിയാണ് കൊടുക്കുക. ജാനുവസ്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആട്ട കൊണ്ട് ഒരു വട്ടത്തിൽ തടം ഉണ്ടാക്കും. ആ തടത്തിൻ്റെ അകത്ത് നമ്മൾ വൈദ്യനിർദ്ദിഷ്ടമായ തൈലം ചൂടാക്കി അതിലൊഴിച്ച് കുറച്ച് നേരം നിർത്തുന്നു. പിന്നീട് അത് ചൂട് കുറയുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ തൈലം അതിൽ നിന്നൊരു പഞ്ഞി വെച്ച് മുക്കിയെടുക്കുന്നു, പിഴിഞ്ഞ് മാറ്റുന്നു, വീണ്ടും ചൂടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ഇതേ പ്രക്രിയ വീണ്ടും ആവർത്തിക്കുന്നു. അങ്ങനെയാണ് ജാനുവസ്തി കാര്യങ്ങൾ നമ്മൾ ചികിത്സ കൊടുക്കുന്നത് ഒരു രോഗിക്ക്. ഇപ്പോൾ ആളുടെ നമ്മൾ പ്രായവും കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തിട്ടാണ് പല ചികിത്സാ രീതികളുണ്ട്. ഇപ്പോൾ ജാനുവസ്തി മാത്രമല്ല, നമുക്ക് മുട്ടിന് വേണമെങ്കിൽ നമ്മൾ ബാൻഡേജ് ചെയ്യും. അതായത് കുറച്ച് ചൂർണങ്ങളും കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് എരിക്കിൻ്റെ ഇലയും വെച്ച് നമ്മളൊരു ചികിത്സാ രീതി ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ളൊരു ശാശ്വത പരിഹാരം ഞാൻ പറഞ്ഞുതരാം. കാരണം വേറെ ഒന്നുമല്ല, ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് ഇപ്പോൾ മഹാനാരായണ തൈലമോ ധന്വന്തര തൈലമൊക്കെ കിട്ടും. അപ്പോൾ ആ കിട്ടുന്ന തൈലങ്ങൾ ജസ്റ്റ് ഒരു എരിക്കിൻ്റെ ഇല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഇഷ്ടംപോലെ വഴിയരികത്തും കാര്യങ്ങളൊക്കെ ഈ എരിക്കിൻ്റെ ഇല നിൽക്കുന്ന എരിക്ക് പുഷ്പം ശിവപൂജയ്ക്കും കാര്യങ്ങൾക്കൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ ഈ എരിക്കിൻ്റെ ഇല ചൂടാക്കിയിട്ട്, അതായത് ഈ എണ്ണ പുരട്ടി ചൂടാക്കുക, എന്നിട്ട് ഈ വേദനയുള്ള ഭാഗത്ത് നമ്മൾ ഈ കുറച്ച് തൈലം എടുത്ത് ചൂടാക്കി ഒന്ന് തടവിയതിന് ശേഷം ഈ ഇല ചൂടാക്കി എന്ത് ചെയ്യുക, അവിടെ പതിയെ പതിയെ വച്ചു കൊടുക്കുക. അത് ഒരു ചെറിയൊരു എന്താ പറയുക ടിപ്പാണ്. ഇപ്പം നിങ്ങൾക്ക് ചെറിയൊരു ശമനം കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം അങ്ങനെ നമുക്ക് കുറച്ച് കാലിൻ്റെ മുട്ടിലെ വേദനയും കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് പറ്റും. പിന്നെ അത് കൂടാതെ നമ്മുടെ കയ്യിൽ ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ആയുർവേദത്തിൽ. അതും കഴിക്കുമ്പോഴാണ് നമുക്ക് ശക്തമായ വേദനയും കാര്യങ്ങളൊക്കെ പോവുള്ളൂ. ഇത് താൽക്കാലികമായിട്ടുള്ളൊരു വേദന കുറയ്ക്കാനാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റുകൾ കൊണ്ട് സാധിക്കുകയുള്ളൂ. അത് കൂടാതെ അകത്തേക്ക് നമ്മൾ കഴിക്കുമ്പോഴാണ് കൂടുതലും വേദനകളും കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നത്. അതുപോലെ തന്നെ ഈ കാൽമുട്ടിന് മാത്രമല്ല, ഈ വേദന നേരെ താഴേക്കാണ് എത്തുന്നത്. അതായത് കാൽപാദത്തിലേക്ക്, കണങ്കാൽ വഴി കാൽപാദത്തിലേക്കാണ് കൂടുതൽ വേദന എത്തുന്നത്. നമുക്ക് രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ ശക്തമായ പാദത്തിന് കുത്തിയുള്ള ഒരു വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ മേൽഭാഗത്ത് നിന്ന് കീഴ്പോട്ട്, അതായത് താഴേക്ക് ഇറങ്ങുന്ന വേദനകളും കാര്യങ്ങളാണ്. അപ്പോൾ ആ വേദന മാറ്റാനും നമ്മൾ എന്ത് ചെയ്യും, ഗുൽഫവസ്തി എന്ന് പറഞ്ഞിട്ടൊരു വസ്തിയുണ്ട്. അതായത് നമ്മുടെ കണങ്കാലിൽ ഇതുപോലെ ആട്ട കൊണ്ട് തന്നെ ഒരു തടം ഉണ്ടാക്കി അതിനകത്ത് വൈദ്യനിർദ്ദിഷ്ടമായ തൈലം, പലതരം ഇപ്പോൾ ഓരോ വൈദ്യന്മാരും ഓരോ തൈലങ്ങളൊക്കെ ആയിരിക്കും നമ്മളോട് നിർദ്ദേശിക്കുന്നത്. ആ തൈലം ചൂടാക്കി ഒഴിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് ഗുൽഫവസ്തി. അതുകൂടാതെ തന്നെ നമ്മുടെ കാലുകൾ വേദന എടുക്കുന്നതനുസരിച്ച് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുക, എന്തെങ്കിലും എന്ത് എണ്ണ ഓയിലായിക്കോട്ടെ, അത് എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പുരട്ടി ഒന്ന് ഒരു പതിയെ പ്രഷർ കൊടുത്തിട്ട് തിരുമുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു ആശ്വാസം കിട്ടും. അതുപോലെ രാത്രി കിടക്കുന്നതിന് മുൻപ് ചൂടുവെള്ളത്തിൽ ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമ്മൾ കാല് മുക്കി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കാലിൽ ഉണ്ടാകുന്ന
ചുടുവാദം മുതലായ വ്രണങ്ങളും അതുപോലെ തന്നെ കാലിലുണ്ടാകുന്ന ശക്തമായ വേദനയും കാര്യങ്ങളൊക്കെ ഇതിലൂടെ നല്ല ആശ്വാസം നമുക്ക് കണ്ടെത്താൻ പറ്റും. പിറ്റേ ദിവസം നമുക്ക് ആ വേദന കുറച്ച് കുറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വീടിനകത്തൊക്കെ പരമാവധി ഇപ്പോൾ എല്ലാവരും ഗ്രാനൈറ്റും ടൈലൊക്കെ ഇട്ട വീടുകളൊക്കെ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, പരമാവധി സോക്സോ അല്ലെങ്കിൽ ചെരുപ്പോ ഒക്കെ ഉപയോഗിക്കാനായിട്ട്, അതായത് കട്ടിയുള്ളതല്ല, ഇങ്ങനെ പതുപതുന്നുള്ള ചെരുപ്പുകൾ, അതായത് പതിഞ്ഞ ചെരുപ്പുകളില്ലേ, സ്പോഞ്ച് ടൈപ്പൊക്കെ, അങ്ങനത്തെയൊക്കെ അകത്ത് യൂസ് ചെയ്യാനായിട്ട് കൂടുതൽ ശ്രമിക്കുക. അതുപോലെ മാക്സിമം രാത്രി കിടന്നുറങ്ങുമ്പോൾ സോക്സ് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ കാലിൻ്റെ അടിക്ക് എപ്പോഴും ഒരു ചൂട് ചെല്ലാണെങ്കിൽ പരമാവധി നമ്മുടെ ശരീരത്തെ ആ ഒരു വേദന കുറയ്ക്കാനായിട്ട് പറ്റും. അതുകൂടാതെ നല്ല രീതിക്ക് വെള്ളം, ധാരാളമായിട്ട് ചൂടുവെള്ളം നമ്മൾ കുടിക്കുക. ഈ രക്തയോട്ടം കുറയുന്നതനുസരിച്ചും കാലിലെ വേദന എന്ത് ചെയ്യും, കൂടും. രക്തയോട്ടം, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഇപ്പോൾ മൂത്രമൊഴിക്കുന്നതൊന്നും കറക്റ്റായിട്ടുള്ള രീതിയിലല്ലെങ്കിൽ, ഇപ്പോൾ ചില ആളുകൾ പിടിച്ചു നിർത്തും, അല്ലെങ്കിൽ എന്താ പറയുക, അവർക്ക് ഒരു ദിവസം വളരെ കുറച്ച് വെള്ളം കുടിക്കുന്നുണ്ടാവുള്ളൂ, അതനുസരിച്ചുള്ള യൂറിനാണ് അവർ പാസ് ചെയ്ത് പോകുന്നുള്ളൂ. അപ്പോൾ അതുപോരാ, ഒരു ദിവസം നല്ല രീതിക്ക് വെള്ളം കുടിക്കുക. അതുപോലെ രാത്രിയും രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കുന്നതിന് മുമ്പും തിളപ്പിച്ചാറ്റിയ അല്പം മല്ലി ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. നമുക്ക് ആസിഡിക് പ്രശ്നമോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നല്ല സുഖമായിട്ടുള്ള ഉറക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് ഉറങ്ങാനും അതുപോലെ രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ദിവസം നല്ല പോസിറ്റീവായിട്ട് കൊണ്ടുവരാനും നമ്മുടെ ശരീരത്തിനൊരു ഉന്മേഷവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ജീവിത ശൈലി ശരിയല്ലാത്തതുകൊണ്ടാണ് നമുക്ക് പലവിധ അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നത്. കാലുവേദന ആയിക്കോട്ടെ, നമ്മൾ പാദരക്ഷകളും കാര്യങ്ങളും മര്യാദയ്ക്ക് നല്ല രീതിക്ക് യൂസ് ചെയ്യാഞ്ഞിട്ടാണ് നമുക്ക് പല രീതിയിലുള്ള വേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതല്ല, നമ്മൾ നല്ല രീതിക്ക് അതിനെ കെയർ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ വേദനകളോ അല്ലെങ്കിൽ ഈ ഉപ്പൂറ്റി വേദനയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ പരമാവധി കാലിലേക്ക് തണുപ്പ് അടിക്കാതെ നോക്കുക. കാരണം ഈ തണുപ്പ് കയറുമ്പോഴാണ് കാലിലേക്ക് വാദത്തിൻ്റെ കൂടുതലും കാര്യങ്ങളും വരുന്നത്. വാതരോഗങ്ങളും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആളുകൾക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ ഏറ്റവും നല്ലത്, ഇപ്പോൾ എന്താ പറയുക, കാലുകളെ നന്നായിട്ട് സംരക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും വേദന കുറയും. പിന്നെ ശരീരഭാരം വർദ്ധിക്കുന്നതനുസരിച്ച് ചിലവർക്ക് സന്ധിവാതം, അതായത് സന്ധിഭാഗങ്ങളിൽ വേദനകളും അതുപോലെ തന്നെ മുട്ടിലേക്ക് കൂടുതൽ വേദനയും കാൽപാദത്തിലേക്ക് വേദനകളും വരാൻ ചാൻസ് ഉണ്ട്. കാരണം ചിലർക്ക് പാദത്തിന് വീതി കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തുള്ള വെയിറ്റ് ഈ പാദത്തിന് താങ്ങി നിർത്താനായിട്ടുള്ള കഴിവ് കുറയും. അപ്പോഴാണ് കൂടുതലും വേദനകളും കാര്യങ്ങളും നമുക്ക് കാൽപാദത്തിലേക്ക് എത്തുന്നത്. മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ആഹാരത്തിൽ കൂടുതൽ സാലഡ് കാര്യങ്ങൾ കൂടുതൽ നമ്മൾ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ഇപ്പം നേരത്തെയൊക്കെ എനിക്കും ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടായി. ഞാൻ പറഞ്ഞില്ലേ, പ്രായം ഒന്നിനും ബാധകമല്ല. കാരണം ഇപ്പം എനിക്ക് എൻ്റെ ഈ പ്രായത്തിൽ ഒരിക്കലും അങ്ങനെ വേദനകൾ വരരുത്. പക്ഷെ അങ്ങനെ വേദനകൾ വരുമ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓവർ വെയിറ്റ് ആകുമ്പോഴാണ് എന്ത് ചെയ്യുക, എൻ്റെ കാൽപാദങ്ങളിലേക്ക് ആ വേദന വരിക. അപ്പം ഞാൻ എന്ത് ചെയ്യും, അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. അതായത് ഭക്ഷണ ക്രമീകരണം, നമ്മൾ അമിതമായ എണ്ണ ഉപയോഗങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ കുറയ്ക്കും. അതുപോലെ പഞ്ചസാരയുടെ അളവ് എത്രത്തോളം നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റുമോ അത്രയും മോസ്റ്റ് ബെറ്റർ ആണ്. കാരണം പഞ്ചസാര കുറയ്ക്കുന്നതിലൂടെ നമ്മുടെ വെയിറ്റ് നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. ഇപ്പം അങ്ങനെയുള്ളവർക്ക്, ഇപ്പം മധുരം ഇല്ലാതെ പറ്റില്ല എന്നുള്ളവർക്ക് ശർക്കര ഉപയോഗിക്കാൻ കുഴപ്പമില്ല. ശർക്കരയോ തേനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. പഞ്ചസാര മാക്സിമം നമ്മൾ കുറയ്ക്കുക. അതുപോലെ തന്നെ ഉപ്പിൻ്റെ അളവായിക്കോട്ടെ, അതും നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുന്ന എപ്പോഴും നല്ലതായിരിക്കും. കാരണം ഇതൊക്കെ നമ്മുടെ മുട്ടിലേക്കും കാൽമുട്ടുകളിലേക്കും കാലുകളിലേക്കും അസ്ഥികളെ ബാധിക്കും. അസ്ഥികളെയും കൂടി ബാധിക്കുമ്പോൾ നമുക്ക് പേശി വേദനകൾ ഒക്കെ കേട്ടിട്ടില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നമ്മൾ കെയർ ചെയ്ത് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ മുട്ടുവേദനയൊക്കെ ഉള്ളവർക്ക് പിജു ചെയ്യും. പിജു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബുക്കിൻ്റെ വലിപ്പത്തിൽ ഒരു കോട്ടൺ തുണി എടുക്കുകയാണ്. അതായത് നമ്മൾ കോറത്തുണിയാണ് കൂടുതലായിട്ട് എടുക്കുന്നത്. കോറത്തുണി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആയുർവേദ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ആ കോറത്തുണിയിൽ നമ്മൾ ഒരു ബുക്കിൻ്റെ വലിപ്പത്തിലെടുത്ത് അതിനകത്ത് പഞ്ഞി വെച്ചിട്ട്, ഞാൻ ഇതൊരു എളുപ്പമാർഗ്ഗം പറഞ്ഞ്, പഞ്ഞി വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. നീളത്തിലെടുത്തിട്ട് അത് രണ്ടാക്കി മടക്കുക. അതിൻ്റെ അകത്ത് പഞ്ഞി വെച്ചിട്ട് നിർദ്ദിഷ്ടമായ തൈലം, അതായത് വേണമെങ്കിൽ ധന്വന്തരി ഉപയോഗിക്കാം, കൊട്ടൻ ചുക്കാതി ഉപയോഗിക്കാം,
പിന്നെ ഏതാ മഹാനാരായണ തൈലം. മഹാനാരായണ തൈലമൊക്കെ ബെറ്റർ ആട്ടോ, നീര് വലിയാനും അതുപോലെ തന്നെ ഈ പറഞ്ഞ വേദനയൊക്കെ ശമിപ്പിക്കാനൊക്കെ ഏറ്റവും നല്ല മഹാനാരായണം. അപ്പോൾ ഉപയോഗിച്ച് ഒന്ന് പിഴിഞ്ഞെടുത്ത് ജസ്റ്റ് ഒരു ചട്ടിയിൽ വെച്ചിട്ട് 2 സൈഡും ചൂടാക്കി എടുക്കുക. എന്നിട്ട് പതിയെ പതിയെ നമ്മൾ ചൂട് പിടിക്കുന്ന അരി ആദ്യം ഒന്ന് മുട്ടിൽ വെച്ച് പതിയെ പതിയെ ഒന്ന് കുടയുക. അതിനുശേഷം അത് കുറച്ച് നേരം അവിടെ വയ്ക്കുക. അങ്ങനെ വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഈ ഓയിലിൻ്റെ അംശങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ മുട്ടിലെ രോമകൂപങ്ങൾ എന്ന് പറയും, രോമകൂപം വഴി ഉള്ളിലോട്ട് വലിയും. അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ആ വേദന നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ആ ചൂട് കുറഞ്ഞതനുസരിച്ച് വീണ്ടും ചൂടാക്കുക, വീണ്ടും വയ്ക്കുക. ഇപ്പം ഈ വസ്തി ചെയ്യാൻ, അതായത് നമ്മുടെ ജാനുവസ്തി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, ഇപ്പോൾ കാലിത്തിരി വളവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ ചിലപ്പോൾ എണ്ണ ഒഴിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. അങ്ങനെയുള്ളവർക്ക് പിജു ചെയ്യുന്ന ഇത്തിരി കൂടി എളുപ്പ മാർഗ്ഗമാണ്. കുറച്ചും കൂടിയും എളുപ്പത്തിൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പൊടിക്കിഴികൾ, ഇപ്പോൾ കൊട്ടൻ ചുക്കാതി, കോലകുലുത്താതി, അങ്ങനെയൊക്കെ ഒത്തിരി പൊടികളും കാര്യങ്ങളുണ്ട്. അത് വെച്ചിട്ടുള്ള പൊടിക്കിഴികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ മുട്ടിന് ചുറ്റും അതുപോലെ തന്നെ കാൽപാദം വരെ നമ്മൾ നമ്മുടെ, അതായത് അര മുതൽ കാൽ വരെ നമ്മൾ പൊടിക്കിഴി കാര്യങ്ങളൊക്കെ ചെയ്യും. അതിലൂടെ നമ്മുടെ ശരീരത്തുള്ള നീരുകളും അതുപോലെ തന്നെ കാലിൻ്റെ വേദനകളും കാര്യങ്ങളൊക്കെ പരമാവധി നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇതൊക്കെ കൂടാതെ നമ്മൾ കാലുകൾക്കായിട്ട് പ്രത്യേകതരം ഫിസിയോ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അതായത് ഫിസിയോതെറാപ്പി, പല എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ യൂട്യൂബൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി അറിയാൻ പറ്റും. പല സ്റ്റെപ്പുകളും കാര്യങ്ങളുണ്ട്. അതനുസരിച്ച് ചെയ്യുമ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഈ ചെയ്യുന്ന ചികിത്സയുടെ കൂടെ കുറച്ച് എക്സസൈസും കൂടി വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വഴക്കം കിട്ടും കാലുകൾക്ക്. പഴയതിലും കുറച്ചുകൂടി ബെറ്ററായിട്ട് നടക്കാനായിട്ട് പറ്റും. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും സംശയമൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക, ഞാൻ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. എന്തായാലും പരമാവധി മാക്സിമം ഞാൻ വരും ദിവസങ്ങളിലും വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഒത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇല്ലാതിരുന്നത്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള കുറേ മരുന്നുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങളും അത് നന്നായിട്ട് വാച്ച് ചെയ്യാം, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കുറച്ച് വിവാദികമായ അസുഖങ്ങൾ, സ്പോണ്ടിലോസിസ്, സെർവിക്കൽ സ്പോണ്ടിലോസിസ്, മാംസപേശി ക്ഷയം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് രോഗാവസ്ഥകളെ ചെയ്യുന്ന ചികിത്സാ രീതിയാണ് ബാഹ്യവസ്തി എന്ന് പറയുന്നത്. അതിനകത്ത് കടിവസ്തി വരുന്നുണ്ട്, പൃഷ്ഠവസ്തി വരുന്നുണ്ട്, ഗ്രീവവസ്തി വരുന്നുണ്ട്, ഉരോവസ്തി വരുന്നുണ്ട്, ഗുൽഫവസ്തി വരുന്നുണ്ട്, ജാനുവസ്തി വരുന്നുണ്ട്. ഈ ജാനുവസ്തിയും ഗുൽഫവസ്തിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കാൽമുട്ട് വേദനയ്ക്കൊക്കെയാണെന്ന്. പൃഷ്ഠവസ്തി എന്ന് പറയുമ്പോൾ നമ്മുടെ നട്ടെല്ലിന് നേരെ തന്നെ വരുന്ന വേദനകൾക്ക് നമ്മൾ ഇതുപോലെ ആട്ട ഉപയോഗിച്ച് ഒരു തടം ഉണ്ടാക്കി അതിനകത്ത് വൈദ്യനിർദ്ദിഷ്ടമായ തൈലം ഉപയോഗിച്ച് ചെയ്യുന്നതാണ് പൃഷ്ഠവസ്തി. അതുപോലെ ഗ്രീവവസ്തി എന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തിന് പിന്നിലുള്ള ഈ ഭാഗം ഗ്രീവമർമ്മം എന്ന് പറയും, ആ മർമ്മത്ത് ചെയ്യുന്നതാണ് ഗ്രീവവസ്തി. അതുപോലെ കടിവസ്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നടുവിൻ്റെ ഭാഗം താഴ്ഭാഗത്തായിട്ട് ചെയ്യുന്നതാണ് കടിവസ്തി. അപ്പോൾ ഈ നടുവേദനയൊക്കെ ഉള്ളവർക്ക് നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നതാണ് കടിവസ്തി കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ കടിവസ്തി ആയിക്കോട്ടെ, കടിപ്പിച്ചു നമ്മൾ ചെയ്യാറുണ്ട്. ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ നടുവേദനയും കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ബാക്ക് പെയിൻ ഒക്കെ ഉള്ള ഒത്തിരി ആളുകളുണ്ട്. കാരണം ഇരുന്ന് ജോലി ചെയ്യുന്ന മിക്ക ആളുകൾക്കും വരുന്ന ഒരു മെയിൻ പ്രോബ്ലമാണ്, അല്ലെങ്കിൽ കൂടുതൽ ഡ്രൈവ് ചെയ്യുന്ന, അങ്ങനെ ഒത്തിരി. ഇപ്പോൾ പ്രായാധിക്യം ഒരു 40 വയസ്സ് കഴിയുമ്പോൾ മുതൽ മിക്കവർക്കും വരുന്നതാണ് തേയ്മാനങ്ങൾ, ഡിസ്ക് പ്രൊലാപ്സ്, അതായത് ഡിസ്ക് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അവർക്കൊക്കെ നമ്മൾ ഇതുപോലെ കടിവസ്തിയും കടിപ്പിച്ചും അഭ്യംഗവും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തും. അതിലൂടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ആ രോഗത്തിന്, ഇപ്പോൾ എത്രത്തോളം കാഠിന്യമുള്ള രോഗമാണെങ്കിൽ പോലും അതിനെ ശമിപ്പിക്കാനായിട്ടുള്ളൊരു കഴിവ് ഈ നമ്മുടെ ആയുർവേദ മരുന്നുകൾക്കും കാര്യങ്ങൾക്കും ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ദിവസം ഇതുപോലെ ഓരോ നിങ്ങൾക്ക് എളുപ്പമുള്ള ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇതിൽ കൂടുതലും വൈദ്യപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ സംശയങ്ങൾ, ഇനിയിപ്പോൾ എന്ത് രോഗത്തെ പറ്റിയാണ് നിങ്ങൾക്ക് അറിയേണ്ടത്, മൈഗ്രെയിൻ, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളെ പറ്റിയുള്ള അസുഖങ്ങളെ പറ്റിയുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആക്ച്വലി എൻ്റെ ഫോൺ നമ്പർ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂടുതൽ വീഡിയോ ആയിട്ട് വരേക്കും നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ ചാനൽ കയറി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിടുക. എന്താ പറയുക, ഓക്കെ, ഗുഡ് ബൈ, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എന്താ പറയുക, വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, എൻ്റെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.